ഹായ് ഫ്രണ്ട്സ്, PSC അപ്ഡേറ്റിൻ്റെ മറ്റൊധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 10th പ്രിലിമിനറിയുടെ 4ാം ഘട്ടത്തെക്കുറിച്ച് തൊഴിൽവാർത്തയിൽ വന്നൊരു ന്യൂസിനെ കുറിച്ചിട്ടാണ്. അതിൽ പറയുന്ന കട്ട് ഓഫ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 10th ലെവൽ 4ാം ഘട്ടം കടുപ്പം, ഇതാണ് ഹെഡിങ് എന്ന് പറയുന്നത്. ഇതിൽ തൊഴിൽവാർത്ത പറയുന്നൊരു കട്ട് ഓഫ് 64 മുതൽ 71 വരെയാണ്. 4ാം ഘട്ടം മറ്റ് ഘട്ടങ്ങളെ അപേക്ഷിച്ച് വളരെ കടുപ്പമേറിയതെന്നാണ് തൊഴിൽവാർത്തയുടെ നിഗമനം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്നാണ് അവരുടെ ന്യൂസ് എന്ന് നോക്കാം. വിവിധ 10th ലെവൽ തസ്തികകളിലേക്കുള്ള ഫെബ്രുവരി 8-ന് PSC നടത്തിയ 4ാം ഘട്ട പ്രിലിമിനറി പരീക്ഷ മുൻഘട്ടത്തെ അപേക്ഷിച്ച് ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചു. 10ാം ക്ലാസ് യോഗ്യതയായ പരീക്ഷയിൽ നിലവാരമുള്ള ചോദ്യങ്ങളുടെ എണ്ണം കൂടിയതാണ് 4ാം ഘട്ടത്തെ മുൻ പരീക്ഷകളേക്കാൾ കടുപ്പമേറിയതാക്കിയത്. വൈവിധ്യമുള്ള ഏതാനും ചോദ്യങ്ങൾ കടന്നുവന്ന പരീക്ഷയിൽ ഭരണഘടന, കറണ്ട് അഫയേഴ്സ് വിഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കാര്യമായി പരീക്ഷിച്ചത്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള പാഠപുസ്തകങ്ങൾക്ക് അർഹിച്ച പ്രാധാന്യം ലഭിച്ചില്ല. പരീക്ഷയിൽ പരമ്പരാഗത ചോദ്യങ്ങൾക്കും കാര്യമായ കുറവുണ്ടായില്ല. ചരിത്രവും ഭൂമിശാസ്ത്രവും നവോത്ഥാനവും ഗണിതവും പൊതുവെ ലളിതമായി. ശാസ്ത്രമേഖലയിലെ ചോദ്യങ്ങളും കാര്യമായി വലച്ചില്ല. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക, ലിഗ്നോസൈറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന, രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ബത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ, അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാക്ക് റോഡ് ഉദ്ഘാടനം നടന്നത്, സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്ക് വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം തുടങ്ങിയവ വേറിട്ടതും കുഴപ്പിക്കുന്നതുമായ ചോദ്യങ്ങളായി. വാഗൺ ട്രാജഡി നടന്ന വർഷം പതിവ് ചോദ്യമായിരുന്നെങ്കിലും ശരിയായ ഉത്തരം അതിൽ ഓപ്ഷൻസിൽ ഇല്ലായിരുന്നു. അതൊരു ഡിലീഷന് പോകുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡൗട്ടുകൾ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഡിലീഷനും ആൻസർ ചേഞ്ചും നമുക്ക് ഈ ഒരു ഘട്ടത്തിലും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ തൊഴിൽ വാർത്ത പറയുന്നൊരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 64 മുതൽ 71 വരെയാണ്. ക്വസ്റ്റ്യൻ കടപ്പമേറുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നോർമലൈസേഷൻ വഴി നമുക്ക് കുറച്ചും കൂടെ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കുറഞ്ഞു പോകില്ല. അതുകൊണ്ട് 4ാം ഘട്ടം എഴുതിയവരുടെ മാർക്ക് കുറവാണെന്ന് കരുതി ആരും സങ്കടപ്പെടേണ്ട. ഒരു 50-ന് മുകളിൽ മാർക്കുള്ളവരൊക്കെ നല്ല സേഫാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം ഇതൊരു പ്രിലിമിനറി എക്സാമാണ്. മെയിൻ എക്സാമിന് മുന്നേ ഉള്ളൊരു ക്വാളിഫിക്കേഷൻ മാത്രമാണ്. അതുകൊണ്ട് അത്യാവശ്യം മാർക്കുള്ള എല്ലാവരും നല്ല രീതിയിൽ മെയിൻസിനെ പ്രിപ്പയർ ചെയ്യുക. നന്ദി.